നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകളിലേക്ക്. സിത്ര സെൻട്രൽ മാർക്കറ്റിന്റെ നവീകരണം ക്രമാനുഗതമായി പുരോഗമിക്കുകയാണെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ 80% പൂർത്തിയായെന്നും മുനിസിപ്പാലിറ്റി കൃഷി മന്ത്രാലയം അറിയിച്ചു. 8678 ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള നവീകരിച്ച മാർക്കറ്റിൽ 32 പഴം പച്ചക്കറി സ്റ്റോളുകൾ, 32 മത്സ്യ സ്റ്റാളുകൾ, 20 റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ എന്നിവയും ഉണ്ടായിരിക്കും. മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പരിശോധിച്ച നിരവധി ഉദ്യോഗസ്ഥർ പദ്ധതിയുടെ പുരോഗതിയും അവലോകനം ചെയ്തു. മുനിസിപ്പാലിറ്റി കൃഷി മന്ത്രി വെയിൽ അൽ മുബാറക്, മുനിസിപ്പാലിറ്റി അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ, MP-മാരായ മൊഹ്സൻ അൽ അസ്ബൂൽ, ജലീല അൽ സയ്യിദ് എന്നിവരും പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. രാജ്യത്തെ പൊതുസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും കച്ചവടക്കാർക്കും ഉപഭോക്താക്കൾക്കും ആധുനികവും സംഘടിതവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നതിനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് സെൻട്രൽ മാർക്കറ്റുകളുടെ വികസനമെന്നും മന്ത്രി അറിയിച്ചു. പ്രമേഹ രോഗികൾ വേനൽക്കാല മുൻകരുതലുകൾ എടുക്കണമെന്ന മുന്നറിയിപ്പുമായി ബഹ്റൈനിലെ ഡോക്ടർമാർ. ബഹ്റൈനിലെ ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ പ്രമേഹമുള്ളവർ ചർമ്മത്തിന്റെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നു. ഈ കാലാവസ്ഥ മുറിവുകളുള്ള പ്രമേഹ രോഗികളിൽ ഉണങ്ങുന്നത് മന്ദഗതിയിലാക്കുകയും ചെറിയ പരിക്കുകൾ പോലും ഗുരുതരമായ സങ്കീർണതകൾക്ക് കാരണമാകുകയും ചെയ്യുമെന്നും ഡോക്ടർമാർ പറയുന്നു. മുറിവുകൾ, പോറലുകൾ, കുമിളകൾ എന്നിവ ഒരിക്കലും അവഗണിക്കരുതെന്നും അവ ഗുരുതരമായ അണുബാധകളായി വികസിക്കുകയും ചികിത്സിച്ചില്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അംഗച്ഛേദം വരെ സംഭവിക്കാൻ സാധ്യതയേറെയെന്നും ബഹ്റൈൻ ഡയബറ്റിസ് സൊസൈറ്റി അംഗവും ഫാർമസിസ്റ്റുമായ അമൽ ജാസിം പറഞ്ഞു. പ്രമേഹമുള്ളവർ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് കുറയ്ക്കണമെന്നും പുറത്തു പോകുമ്പോൾ സംരക്ഷണ വസ്ത്രങ്ങൾ, വീതിയേറിയ തൊപ്പി, ഉയർന്ന SPF ഉള്ള സൺസ്ക്രീൻ എന്നിവ ധരിക്കണമെന്നും നിർദ്ദേശങ്ങളിൽ പറയുന്നു. സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെച്ച ചരിത്രപരമായ മക്ക സംയുക്ത പ്രതിരോധ കരാറിനെ സ്വാഗതം ചെയ്ത ബഹ്റൈൻ. സൗദി അറേബ്യയുടെ ആതിഥേയത്വത്തിൽ നടന്ന ഉച്ചകോടിയിൽ വെച്ചാണ് 3 രാജ്യങ്ങളും പ്രതിരോധ മേഖലയിൽ കൈകോർക്കുന്ന നിർണായക ധാരണയിലെത്തിയത്. 3 രാജ്യങ്ങളുടെയും സൈനിക ശേഷിയും അനുഭവ സമ്പത്തും മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കരാർ വലിയ കരുത്തു പകരുമെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മധ്യപൂർവേഷ്യയിൽ സംഘർഷാവസ്ഥ രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിലാണ് സുരക്ഷാ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി 3 രാജ്യങ്ങളും സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയമാണ് വെള്ളിയാഴ്ച ഇക്കാര്യം അറിയിച്ചത്. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ സായുധ ആക്രമണം ഉണ്ടായാൽ അത് 3 രാജ്യങ്ങൾക്കും നേരെയുണ്ടായ ആക്രമണമായി കണക്കാക്കുമെന്നാണ് കരാർ പറയുന്നത്. അതനുസരിച്ച് പരസ്പര പ്രതിരോധ സഹകരണം ഉറപ്പാക്കുന്നതാണ് കരാറിന്റെ പ്രധാന വ്യവസ്ഥ. ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയുടെ ലേഡീസ് വിംഗിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ GSS ലയം പൊന്നോണം 2026 തുടക്കമായി. കഴിഞ്ഞ ദിവസം സൊസൈറ്റി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പ്രദീപ് പുരവങ്കര ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ഓണപ്പുടവ മത്സരത്തിൽ 4 വിഭാഗങ്ങളായി 30ഓളം കുടുംബാംഗങ്ങൾ പങ്കെടുത്തു. വിജയികൾക്ക് ക്യാഷ് അവാർഡുകൾ സമ്മാനമായി നൽകി. ഓണപ്പുടവ മത്സരത്തിൽ സോണിയ, വിനു, നക്ഷത്ര, ബിജു എന്നിവർ വിധികർത്താക്കളായി പങ്കെടുത്തു. നന്ദൻ ഐരൂരും സംഘവും അവതരിപ്പിച്ച വഞ്ചിപ്പാട്ട്, ഓണപ്പാട്ടുകാർ തുടങ്ങിയവ ഉദ്ഘാടന ചടങ്ങുകൾക്ക് മിഴിവേകി.
കുടുംബാംഗങ്ങളും കുട്ടികളുമായി നിറഞ്ഞ സദസ്സിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ സനീഷ് കൂറുമലിൽ അധ്യക്ഷത വഹിച്ചു. GSS ലേഡീസ് വിംഗ് സെക്രട്ടറി സിന്ധു റോയ് സ്വാഗതവും ലേഡീസ് വിംഗ് കൾച്ചറൽ സെക്രട്ടറി വിദ്യ രാജേഷ് നന്ദിയും രേഖപ്പെടുത്തി. സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ, വൈസ് ചെയർമാൻ സതീഷ് കുമാർ എന്നിവർ ആശംസ അറിയിച്ചു. GSS ലയം പൊന്നോണം 2026 ഓണപ്പുടവ മത്സരത്തിന്റെ ജനറൽ കൺവീനർ വിനീത അരുൺ, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പരിപാടികൾ നിയന്ത്രിച്ചു. ഓഗസ്റ്റ് 14 തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ പായസ മത്സരവും പായസമേളയും, തുടർന്ന് 21 തീയതി വെള്ളിയാഴ്ച വൈകിട്ട് അത്തപ്പൂക്കള മത്സരവും, തുടർന്ന് സെപ്റ്റംബർ 4 GSS ഓണസദ്യയും ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യയുടെ 80ാമത് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങൾ വിപുലമായ രീതിയിൽ ആചരിക്കാൻ KMCC ബഹ്റൈൻ. സ്വാതന്ത്ര്യദിനമായ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ KMCC ബഹ്റൈൻ ആസ്ഥാനത്ത് ദേശീയ പതാക ഉയർത്തുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിക്കും. തുടർന്ന് 8 മണിക്ക് വിദ്യാർത്ഥിനികളുടെ മാർച്ച് പാസ്റ്റും അരങ്ങേറും. വൈകുന്നേരം 5 മണി മുതൽ KMCC ആസ്ഥാനത്തെ അഹമ്മദ് മെമ്മോറിയൽ ഹാളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഭരണഘടനാ നിർമ്മാണവും അവലംബിച്ചുകൊണ്ടുള്ള ദേശീയോദ്ഗ്രഥന ചിത്ര പ്രദർശനം സംഘടിപ്പിക്കും. തുടർന്ന് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങൾ ഹാളിൽ ദേശഭക്തി ഗാനാലാപന മത്സരവും വിദ്യാർത്ഥികൾക്കായി പ്രച്ഛന്നവേഷ മത്സരവും അരങ്ങേറും. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തോടെ പരിപാടികൾക്ക് സമാപനം കുറിക്കും. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ മുഴുവൻ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുക്കണമെന്ന് KMCC ബഹ്റൈൻ അറിയിച്ചു. മത്സരങ്ങൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് 35195778 അല്ലെങ്കിൽ 33673767 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. നൌക ബഹ്റൈൻ 10ാം വാർഷിക സമ്മേളനം ബഹ്റൈനിൽ നടന്നു. മനു പി തോമസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ NP ചെക്കുട്ടി ജനാധിപത്യ ഭരണകൂടത്തിൽ ജനകീയ ഇടപെടലിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പ്രവാസി സമൂഹത്തിന്റെ സാമൂഹിക സാംസ്കാരിക ജനാധിപത്യ ഇടപെടലുകൾ കൂടുതൽ ശക്തിപ്പെടുത്താനും അവകാശ സംരക്ഷണ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താനും സമ്മേളനം തീരുമാനിച്ചു. പ്രവാസികളുടെ യാത്രാവകാശവും ക്ഷേമ പെൻഷനും ഉറപ്പാക്കാൻ അടിയന്തര സർക്കാർ ഇടപെടൽ വേണമെന്ന് നൌക ബഹ്റൈൻ 10ാം വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ വിമാന സർവീസുകൾ റദ്ദാക്കുന്നത് പ്രവാസികളുടെ യാത്രാ പദ്ധതികളെ താളം തെറ്റിക്കുകയും അടിയന്തര സാഹചര്യങ്ങളിൽ നാട്ടിലെത്തുന്നതിന് പ്രയാസം സൃഷ്ടിക്കുകയും ചെയ്യുന്നതായും സമ്മേളനം ചൂണ്ടിക്കാട്ടി. വിമാന സർവീസുകളിലെ അനിശ്ചിതത്വം പരിഹരിച്ച് യാത്രക്കാർക്ക് ആവശ്യമായ ബദൽ സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്നും അർഹരായ പ്രവാസികൾക്ക് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച് പ്രമേയവും അവതരിപ്പിച്ചു. അശ്വതി മിഥുൻ പ്രസിഡന്റായും സജിത് വെള്ളിക്കുളങ്ങര സെക്രട്ടറിയായും അനീഷ് TK ട്രഷററായും തെരഞ്ഞെടുക്കപ്പെട്ടു. ബിനുകുമാർ കൈനാട്ടി വൈസ് പ്രസിഡന്റും പ്രജീഷ് മരുന്നോളി ജോയിന്റ് സെക്രട്ടറിയുമാണ്. വീണ്ടും ഒരു ഇടവേള. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളം എന്നാക്കുന്നതിനുള്ള ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കും. ലോക്സഭാ കാര്യപരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് അവതരിപ്പിക്കുമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക നാമം കേരളയിൽ നിന്ന് കേരളം എന്നാക്കിയതിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഗുണ്ടയ്ക്കും കേരളത്തിൽ സ്ഥാനമുണ്ടാകില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇത് ഗുണ്ടകളുടെ നാടല്ല, സമാധാനം ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ നാടാണ്. എല്ലാ സിസ്റ്റത്തെയും വെല്ലുവിളിക്കുന്ന ഗുണ്ടയ്ക്ക് ഇതാകും അനുഭവം. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാ ഗുണ്ടകളെയും നിലയ്ക്ക് നിർത്താൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും ഇന്നലെ മുതൽ അതിനുള്ള നടപടികൾ ആരംഭിച്ചുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലം കൂടി മുൻനിർത്തി നടപടികൾ ഊർജിതമാക്കും. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും ലിസ്റ്റുകൾ പ്രകാരം
പ്രകാരം ഗുണ്ടകൾക്കെതിരെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തും. ഏത് സംരക്ഷണം കിട്ടിയാലും ഇത്തരം ആളുകൾക്കെതിരെ നടപടിയുണ്ടാകും. കേരളം ഗുണ്ടകളുടെ പറദീസയല്ല. മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കുന്നവർ ആരായാലും കർശന നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും ക്രിമിനൽ ക്വട്ടേഷൻ സംഘങ്ങൾക്കെതിരെയും നടപടിയെടുക്കും. നിയമപരമായി സ്വീകരിക്കാൻ കഴിയുന്ന എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.